കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അവധിയല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും മെയ് ദിന ആശംസകൾ. എല്ലാവരും ഇന്ന് അവധി ആഘോഷിക്കുകയായിരിക്കും വീട്ടിൽ ഇരുന്ന്. എല്ലാവരുടെയും ജോലിയൊക്കെ തീർന്നാണ്. ഞാനിവിടെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഇവിടെ ഇരിക്കുകയാണ്. അന്നേരത്തേനാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കൂട്ടുകാരെ. ഇന്നലെയൊന്നും വീഡിയോ ഇട്ടില്ലായിരുന്നു. പിന്നെ കല്യാണത്തിനൊക്കെ പോയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും അതെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങളെല്ലാം വളരെ വിശേഷപ്പെട്ടതാണ്. മുമ്പൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വല്ല അമ്പലത്തിലെങ്ങണം വെച്ച് മാലയിട്ട് ആ ഒരു ഫംഗ്ഷൻ മാത്രമായിരിക്കും കാണുന്നത്. ഇപ്പോൾ കല്യാണങ്ങളെല്ലാം തലേന്ന് ആഘോഷം, പിന്നെ മഞ്ഞ കല്യാണമെന്നും പറഞ്ഞ് പ്രത്യേക ആഘോഷം, പിന്നെ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ പിറ്റേന്നെല്ലാം ഒരു റിസപ്ഷൻ ആഘോഷം, പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത കൂട്ടുകാരെയും റിലേറ്റീവ്സിനെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വെച്ചൊരു വലിയ ഫംഗ്ഷൻ, ഇങ്ങനെയൊക്കെ ആ വിവാഹ ആഘോഷങ്ങൾ അങ്ങനെ പൊടി പൊടിക്കുകയാണ് കൂട്ടുകാരെ. നമ്മൾക്ക് ഇതിനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് കാണാം. നല്ല ടീമുകളെല്ലാം ഇങ്ങനെ കല്യാണ മേളം ഇങ്ങനെ കൊഴുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കെല്ലാം നല്ല എൻജോയ്മെൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുന്നത് പോലെ എല്ലാവരും ആഘോഷിക്കാൻ ഇരിക്കരുത്. കാരണം നമ്മൾ കാശില്ലെങ്കിൽ കുറേ കടമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും കല്യാണം എല്ലാം കഴിഞ്ഞ് ഹാപ്പിയായിട്ട് അവരങ്ങ് പോവും. പിന്നെ ഇതിൻ്റെ കടബാധ്യതയും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം വീട്ടുകാർ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ അവരവരുടെ അതിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടുന്നത് കൂട്ടുകാരെ. കടമെല്ലാം വാങ്ങിച്ച് മറ്റാളുകൾ ചെയ്യുന്നത് പോലെ വലിയ ആഡംബരമൊന്നും നടത്താനായിട്ടിരിക്കരുത്. എന്നാൽ ഒരുവിധം കുഴപ്പമില്ലാതെ എല്ലാം കാര്യങ്ങൾ കൊണ്ടുപോവുകയും വേണം. വലിയ കടബാധ്യതയിലേക്ക് പോകാനിടവരരുത് കൂട്ടുകാരെ. അന്നേരം പെണ്ണും ചെറുക്കനും ഹാപ്പിയായിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോവും. നമ്മൾ പിന്നെ കിടന്ന് അനുഭവിക്കും. അതിനുള്ള അവസരം വരരുത് കൂട്ടുകാരെ. ഇത് കല്യാണത്തിനൊക്കെ പോയതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പല രീതിയിലാണ് ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. മഞ്ഞ കല്യാണമെന്നൊക്കെ പറഞ്ഞ് ചില ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നു. അതൊന്നും മുമ്പ് കേരളത്തിൽ കണ്ടുവരുന്നതല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെയുണ്ട്. അതും ഒരു എക്സ്ട്രാ ഫങ്ഷനായിട്ട് തന്നെ നടത്തുന്നുണ്ട് കൂട്ടുകാരെ. കാണാൻ വളരെ സന്തോഷകരമായ ആഘോഷങ്ങളാണിതെല്ലാം. പിന്നെ ഇന്ന് മെയ് ദിനമല്ലേ, എല്ലാ കൂട്ടുകാരും വീട്ടിൽ കാണും. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഫുഡെല്ലാം കഴിച്ചാൽ ഞാൻ ഇവിടെ ജോലിയെല്ലാം തീർന്നപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കോട്ടയം യാത്രയെന്ന് പറയുന്നത് അടിപൊളി ഒരു യാത്രയായിരുന്നു. നല്ല റോഡും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നമ്മുടെ പുത്തൂര് വഴി മാറനാട് അടിപൊളി ഒരു സ്ഥലമാണ്. എല്ലാ കൂട്ടുകാരും അതുവഴി പോകുമ്പോൾ ആ വഴിയെ പോകാൻ നോക്കണം. അത് അടിപൊളി സ്ഥലമാണ്. കാരണം റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല വാഴത്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കണ്ണിന് നല്ല ഇമ്പമാർന്ന കാഴ്ചകളാണ് രണ്ട് സൈഡിലും ഉള്ളത്. റോഡ് നല്ല സ്മൂത്തായിട്ടങ്ങ് പോകും. നല്ല റോഡാണ്. എല്ലാ കൂട്ടുകാരും അതുവഴി പോയി ഒന്ന് എൻജോയ് ചെയ്യണം. ഞാൻ ഒരുപാട് പ്രാവശ്യം അതുവഴി പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ പോകാൻ പറ്റി. അതുവഴിയാണെന്ന് പോയത്. അത് വളരെ രസകരമായൊരു യാത്രയാണ്. നല്ല സൈഡ് വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല സുന്ദരമാണ്. എല്ലാ കൂട്ടുകാരും അത് എൻജോയ് ചെയ്യണം. പിന്നെ ഇന്ന് മെയ് ദിനമല്ലേ കൂട്ടുകാരെ, തൊഴിലാളികളുടെ ദിനം. തൊഴിലാളികൾ എല്ലാം ചില ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കിടന്നങ്ങ് ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ഫണ്ടൊന്നും ഇല്ലാത്തത് കാരണം
ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ കേരളം. കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഫണ്ടില്ലായ്മ, അത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെയും പിന്നെ അവർക്ക് ഫണ്ടില്ലാതെ വരുന്നത് കോമൺ തൊഴിലാളികളെയും എല്ലാവരെയും ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥ ഇനി എന്ന് മാറുമെന്ന് പറയാനും പറ്റില്ല. നമുക്കിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാം. ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജനങ്ങൾക്കൊരു നല്ല കാലം വരുമെന്ന്. ഇങ്ങനെ പ്രതീക്ഷിക്കാനേ നമുക്ക് പറ്റൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും കൊച്ചു കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്ന് പഠിക്കാനായിട്ട് വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ അങ്ങ് സെറ്റിലാവും. ഇവിടെ നമ്മൾ വയസ്സായവർ മാത്രമാവും ഉറപ്പാണ് ഈ പോക്കാണെങ്കിൽ. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ജോലി കിട്ടാനായാലും ആ പ്രയാസം, പിന്നെ നിലനിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, നിലനിൽപ്പിനായിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത്. വലിയ ഒരു ദുരിതത്തിലേക്കുള്ള പോക്കാണ് കൂട്ടുകാരെ. ഇതെല്ലാം മാറുമെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാനേ പറ്റൂ. ഓരോ പ്രതീക്ഷകളാണ് നമ്മളെ ഇങ്ങനെ ജീവിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് നല്ലത് തന്നെ വരും. ഇതെല്ലാം മാറി, കഷ്ടതകളെല്ലാം മാറി നല്ലത് കിട്ടുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. എല്ലാ കൂട്ടുകാരും പ്രാർത്ഥിക്കുക. നല്ല നല്ല പുതിയ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഉപകാരങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നല്ല സഹായവും സ്നേഹവും എല്ലാം നമുക്ക് എല്ലായിടത്തു നിന്നും കിട്ടും കൂട്ടുകാരെ. എല്ലാവരും ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളണം. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികളെയും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരണം. നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരു മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ നല്ലത് ചെയ്യണം, പഠിക്കണം, നമ്മൾ നല്ല ജോലി കണ്ടെത്തണമെന്നൊക്കെയുള്ള ഒരു കാര്യം ഒരു 10 വട്ടം പറയുമ്പോൾ ഒരു വട്ടമെങ്കിലും അവർ നമ്മളെ വീട്ടിലുള്ള കുട്ടികളെല്ലാവരും ഒരു വട്ടമെങ്കിലും അത് മനസ്സിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ ജീവിതം തന്നെ മാറി മറിയും. മാറ്റങ്ങളാണ് നമ്മളെപ്പോഴും നമുക്ക് ആവശ്യം. നമ്മുടെ മാറ്റങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡെല്ലാം മാറി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ പ്രവർത്തനം എപ്പോഴും ശരിയായ രീതിയിലും നേരായ രീതിയിലും മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കുന്ന രീതിയിലും ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലുമൊക്കെ ആയി അങ്ങോട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക കൂട്ടുകാരെ. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. മറക്കല്ലേ. ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ കൂട്ടുകാരെ.